കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. സുജിത്തിനെ മർദ്ദിച്ച CPO ശശിധരന്റെ തൃക്കൂറിലെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇന്നലെ തിരുവോണ ദിവസത്തിലും മലപ്പുറത്ത് ലുക്മാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ ശശിധരന്റെ വീട്ടിലേക്ക് ഇന്ന് അവിടെ. ഇതിപ്പം എത്ര ദിവസം പോലീസ് ഇങ്ങനെ ബാരിക്കേഡൊക്കെ വെച്ച് ഇങ്ങനൊരു സുരക്ഷയൊരുക്കും? ലിഷോയ്, കേൾക്കാമോ? ശക്തമായ പ്രതിഷേധം തീർത്തുവെങ്കിലും യാതൊരു വിധത്തിലും ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിനും ഉള്ളത്. ഇന്നിപ്പോൾ VD സതീശൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ശശിധരൻ എന്ന് പറയുന്ന ഈ കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധമാണ്. അത് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞുവെങ്കിൽ പോലും അതൊരു സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സജീവൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിന് മുൻപിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയും വീടിന് മുൻപിൽ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പോസ്റ്ററുകൾ കീറിയ നിലയിലാണ് ഇന്നലെ രാത്രി കണ്ടെത്തിയത്. ഇത് പോലീസുകാർ തന്നെയാണ് കീറിയതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണവുമായി യൂത്ത് കോൺഗ്രസുകാർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനി തൊട്ടടുത്തുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് അവർ കടുപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ CPO ശശിധരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. പോലീസ് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എടുത്തിരിക്കുന്ന നിലപാട്.